നമ്മുടെ മണവാളൻ നമ്മളെ സഹായിക്കും. നമ്മളെ ഈശോയുടെ അടുത്ത് തന്നെ ചെല്ലണം. അപ്പോൾ നമ്മൾ സർപ്പത്തെ പ്രാവിനെ പോലെ നിഷ്കളങ്കരായാൽ മാത്രം പോരാ, സർപ്പത്തെ പോലെ വിവേകമുള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സുവിശേഷ വേല ചെയ്യുന്ന സമയത്തുണ്ടാകാവുന്ന ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിൽ നിന്നെല്ലാം നമ്മളെ സഹായിക്കും. ഒന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, വിവേകം നൽകണമേ, ബുദ്ധി നൽകണമേ, ജ്ഞാനം നൽകണമേ, വിവേകം നൽകണമേ, ബുദ്ധി നൽകണമേ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ എവിടെയാ? ഏശയ്യായിൽ 11:6 ചെന്നായിയും ആട്ടും കുഞ്ഞും ഒന്നിച്ചു വസിക്കും. ചെന്നായ്ക്കളുടെ നാട്ടിലേക്ക് കുഞ്ഞാടിനെ പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. നിങ്ങൾ സർപ്പത്തെ പോലെ വിവേകമുള്ളവരായിരിക്കണം. എന്തിനാണ്? നിങ്ങളാകുന്ന ആട്ടിൻകുഞ്ഞിൻ്റെ അകത്ത് ദൈവം തന്നെയായ ഈശോ മിശിഹ ഉണ്ട്. ആ ഈശോയുടെ ശക്തിയും ജ്ഞാനവും ഉപയോഗിച്ച് വേണം ചെന്നായിയെ കീഴ്പ്പെടുത്താൻ. ഇപ്പം ഈ കേസിൽ ചെന്നായി കീഴ്പ്പെട്ടോ ഇല്ലയോ? ഇല്ലേ? അതാണ്. അങ്ങനെ ഈ ദൈവിക ജ്ഞാനമാണ് സ്വർഗരാജ്യത്തിൻ്റെ വിസ്തൃതി. അതാണ് 11-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനത്തിൽ പറയുന്നത്. ലോകം മുഴുവനും സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. എല്ലാവരും ഒന്നേറ്റ് പറഞ്ഞുകൊണ്ട്. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഒന്നുകൂടി സ്തുതിച്ച് പ്രാർത്ഥിച്ച. കർത്താവേ, ഈ പദ്ധതി, ഈ പ്രവചനം പൂർത്തിയാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലോകം മുഴുവനും, പ്രത്യേകിച്ച് ശുശ്രൂഷകരായ കർത്താവിൻ്റെ മണവാട്ടിമാരായ ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയും. എല്ലാവരും കരമുയർത്തുന്നു, സ്തുതിച്ചേ. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഏശയ്യ 7:14 പൂർത്തിയായല്ലോ ഇല്ലേ? എന്താ ഏശയ്യ 7:14 പറയണേ? കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഏശയ്യ 7:14 പൂർത്തിയായതുപോലെ ഏശയ്യ 11:9 പൂർത്തിയാകുമോ ഇല്ലയോ? ഇത് പൂർത്തിയാകും. ജ്ഞാനം കൊണ്ട് നിറയും. ഞാൻ ഇപ്പോൾ എൻ്റെ ഓർമ്മ വരണം, ഒരു സ്ഥലത്ത് ഒരു സമയം ഞാനിങ്ങനെ സെൻറ്റ് അഗസ്റ്റിൻ്റെ സിറ്റി ഓഫ് ഗോഡ് എന്നുള്ള പുസ്തകം ചുമ്മാ എടുത്തൊന്ന് തുറന്നു നോക്കി. അപ്പോൾ അതിലെഴുതിയിരിക്കുകയാണ്, എൻ്റെ കണ്ണിൽ പെട്ട ഇതാണ്: eventually the Christian wisdom will conquer the world. സിറ്റി ഓഫ് ഗോഡിൽ അവസാനമായി ക്രിസ്തുവിൻ്റെ ജ്ഞാനം ഈ ലോകം മുഴുവനെയും ഭരിക്കും. അതല്ലേ ഈ ഏശയ്യ 7:14 പറയുന്നത്. ദൈവിക ജ്ഞാനം നമ്മളിലൂടെ എല്ലാ മനുഷ്യരിലും പ്രസരിച്ചു കഴിയുമ്പോൾ അവരുടെ അജ്ഞത മാറും, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടും. അവരുടെ തന്നെയുള്ള അജ്ഞത മൂലമാണ് ഈ തിന്മയെല്ലാം സംഭവിക്കുന്നത്. ആ അർത്ഥത്തിലാണ് കം ബാക്ക് ടു 6 ജ്ഞാനം 6:24 പറയുന്നത്, ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ലോകത്തിന്റെ രക്ഷ. കണ്ടോ? ലോകം മുഴുവനും രക്ഷിക്കപ്പെടുമോ ഇല്ലയോ? രക്ഷിക്കപ്പെടും. കാരണം കർത്താവ് ഈശോ മിശിഹ
ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ ചെമ്പരിയാട്ടിൻകുട്ടിയായി ഈശോ തമ്പുരാൻ ഭൂലോക പാപം മുഴുവനും ഏറ്റെടുത്തു. രക്ഷയുടെ സർവ സംവിധാനങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഈ രക്ഷ മനുഷ്യൻ അറിയണ്ടേ? ഈ രക്ഷ മനുഷ്യൻ അറിയുന്നതാണ് ജ്ഞാനം, അറിയാത്തതാണ് അജ്ഞത. അതാണ് അന്ധകാരത്തിൽ ഇരുന്ന ജനം പ്രകാശം കണ്ടു എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിലെല്ലാം നമ്മളെപ്പോഴും പാപമാണ് അന്ധകാരം, പാപമാണ് അന്ധകാരം, പിശാചാണ് അന്ധകാരം. അതല്ല അവിടുത്തെ അർത്ഥം. അന്ധകാരത്തിൽ ഇരുന്ന ജനം പ്രകാശം കണ്ടു എന്ന് പറഞ്ഞാൽ അജ്ഞതയിൽ, ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയിൽ ഇരുന്ന ജനം ജ്ഞാനം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആവേശം. എന്താണെന്ന് വെച്ചാൽ വളരെ എളുപ്പം ഇത് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. കാരണം ഈ ജ്ഞാനം നമ്മളിനി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഈ ലോകത്തിലുള്ള ലോകരാഷ്ട്രങ്ങൾ തലവന്മാരൊക്കെ ജ്ഞാനം കൊണ്ട് നിറയണേ. ജ്ഞാനം കൊണ്ട് നിറയുമ്പോൾ അവരിൽ വലിയ തീരുമാനങ്ങൾ, ദൈവിക ജ്ഞാനത്താലുള്ള തീരുമാനങ്ങൾ വരും. അവരൊരു തീരുമാനം എടുത്താൽ പോരെ. ഉദാഹരണത്തിന് എല്ലാ രാഷ്ട്രത്തലവന്മാരുടെയും ഒരു മീറ്റിങ്ങിൽ 1-2 പേര് പറയാണ്, നമ്മൾ ഈ സമാധാന കരാറൊക്കെ ഒപ്പുവെച്ചല്ലോ, സമാധാന കരാർ ഒപ്പുവെച്ചെങ്കിൽ പിന്നെ നമ്മൾ ഈ പട്ടാളത്തിനെയൊക്കെ എന്തിനാ വെച്ചേക്കണേ? ഈ പട്ടാളത്തിനെ അങ്ങ് ക്യാൻസൽ ചെയ്തൂടെ? സമാധാന കരാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രാജ്യങ്ങൾ തമ്മിൽ ഇനി യുദ്ധം ചെയ്യാൻ പോണില്ല. അങ്ങനെ ഒരു സമാധാന കരാർ ഉണ്ടാക്കുകയാണെങ്കിൽ, എല്ലാവരും സമാധാന കരാറിൽ ഒപ്പുവെക്കുകയാണെങ്കിൽ പിന്നെ മിലിറ്ററിയുടെ ആവശ്യമുണ്ടോ? ഉണ്ടോ? ഈ ജ്ഞാനം കിട്ടുകയാണെങ്കിൽ മിലിറ്ററി, എല്ലാ രാജ്യത്തിൻ്റെയും മിലിറ്ററി ക്യാൻസലാക്കി എന്ന് വിചാരിച്ചോ? ആക്കിക്കൂടെ? ആക്കി കഴിയുമ്പോൾ പിന്നെ എല്ലാവർക്കും സമാധാനമായി. മാത്രമല്ല, ഓരോ രാജ്യവും മിലിറ്ററിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പണം ആ രാജ്യത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ ഏതാണ്ട് 25% ആണ്. അത് മുഴുവനും വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചൂടെ? അത് മുഴുവനും ദാരിദ്ര്യം, പിന്നെ ആ ദാരിദ്ര്യം ഉണ്ടാവുക പിന്നെ ആ നാട്ടിൽ. മാത്രമല്ല, ഈ മിലിറ്ററി ഓഫീസർമാരും പട്ടാളക്കാർക്കെല്ലാം കൃഷിപ്പണി കൊടുക്ക്. അവർ കൃഷി ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അവർ പ്രൊഡക്റ്റീവായിട്ട്, ഇവർ മിലിറ്ററി ആയിട്ട് ക്യാമ്പ് അടിച്ച് അവിടെ ഇരിക്കുകയാണ്. എന്തും ശത്രുവിനെ ആക്രമിക്കാൻ വന്നാൽ ഈ ജീവിതം മുഴുവനും അവിടെ ഇരിക്കുകയാണ്. എത്ര കോടി ജനമാണത്. ദേ ആർ ഐഡിൽ. അവരുടെ പ്രൊഡക്ടിവിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നോക്കി, അവരെല്ലാവരും ക്രിയാത്മകമായി എന്തെങ്കിലും മനുഷ്യവംശത്തിന് വേണ്ടി ചെയ്യാൻ തുടങ്ങിയാൽ എന്തോ ഒരു വലിയ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും. ഈ ആറ്റം ബോംബും ടാങ്കും ഉണ്ടാക്കണവരെല്ലാം അത് വിട്ട് എന്തെങ്കിലും ക്രിയാത്മകമായിട്ട് ചെയ്യുകയും അവരുടെ ആ ബഡ്ജറ്റ് ക്യാൻസലായി കഴിയുകയും ചെയ്യുമ്പോൾ എല്ലാ ലോകവും സമാധാനത്തിൽ വരും. പ്രൈസ് ദി ലോർഡ്. ഇത് സംഭവിക്കുമോ? ഇത് സംഭവിക്കുമെന്നാണ് ആ പ്രവചനത്തിലുള്ളത്. ആ പ്രവചനം ഒന്ന് മുഴുവനും വായിച്ചേ. ആ 11:9 മുഴുവനും വായിച്ചേ. എന്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. കണ്ടോ? എല്ലാവരും ഉച്ചത്തിൽ വായിച്ചേ. എന്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. അതായത് ദൈവരാജ്യത്തിന്റെ ആ സമാപ്തിയിൽ വരുമ്പോ അതാണ് ആ വിശുദ്ധഗിരി. ദൈവരാജ്യം എല്ലാവരും യേശുവിനെ കുറിച്ച് അറിഞ്ഞ് എല്ലാവരും യേശുവിനെ സ്വീകരിക്കുന്ന ഒരവസ്ഥ വന്നു കഴിയുമ്പോൾ പിന്നെ അവിടെ യുദ്ധമില്ല, ശത്രുതയില്ല. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും മറ്റൊരാൾക്കൊരു ദ്രോഹം ചെയ്യില്ല. ലവ്
joy, peace, wisdom, knowledge, understanding, love, joy, peace. Love, joy, peace, wisdom, knowledge, understanding, love, joy, peace. ഇങ്ങനൊരവസ്ഥ. നമുക്ക് തന്നെ ഇത് കേൾക്കുമ്പോൾ ഒരു സമാധാനം വരുന്നുണ്ടില്ലേ? ഞാനൊരിക്കൽ മദർ തെരേസ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവരുടെ കോൺടെംപ്ലേറ്റീവ് കോൺഗ്രിഗേഷനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇതിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഈ രാഷ്ട്ര തലവന്മാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. യുദ്ധക്കോപ്പുകൾ റിഡക്ഷൻ ചെയ്യാനെങ്കിലും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ന്യൂസ് വന്നിരിക്കുകയാണ്, അമേരിക്കയും റഷ്യയും ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു ന്യൂക്ലിയർ വെപ്പൺസ് റെഡ്യൂസ് ചെയ്യാൻ, അണ്വായുധങ്ങൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് അവരൊരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നല്ല ബോധ്യമാണ്, അന്നത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് ഇതിന് ഒരു കാരണമുണ്ടായത്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ഇപ്പം തന്നെ ഈ രാഷ്ട്രത്തലവന്മാരെല്ലാവരും യുദ്ധത്തിൽ നിന്നോ യുദ്ധഭീഷണികളിൽ നിന്നും മാറി സമാധാന കരാർ ഒപ്പുവെക്കുന്നതിനും രാജ്യങ്ങളിലുള്ള അണ്വായുധങ്ങളും യുദ്ധക്കോപ്പുകളുടെയും ഉൽപാദനം തന്നെ ഇല്ലാതാവുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അവർക്ക് ഈ ജ്ഞാനം കൊടുക്കണമേ, അവർക്ക് ഈ ജ്ഞാനം കൊടുക്കണമേ. യുദ്ധക്കോപ്പുകൾ ഒഴിവാക്കുന്നതിനും യുദ്ധമില്ലാതാക്കുന്നതിനും പട്ടാളത്തെ പിരിച്ചുവിടുന്നതിനും ജ്ഞാനം കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ രാജ്യത്തലവന്മാരും ഒന്നിച്ച് സമാധാന കരാറുണ്ടാക്കുന്നതിനും പരിശുദ്ധാത്മാവേ ജ്ഞാനം കൊടുക്കണമേ, ജ്ഞാനം കൊടുക്കണമേ. എല്ലാ രാജ്യത്തലവന്മാരെയും സമർപ്പിക്കുന്നു. അവർ യുദ്ധക്കോപ്പുകൾ പടുത്തുയർത്താതെ പട്ടാളത്തെ പിരിച്ചുവിട്ട് യുദ്ധക്കോപ്പുണ്ടാക്കുന്ന ഫാക്ടറികളെല്ലാം മറ്റ് പ്രൊഡക്ഷനിലേക്ക് മാറണേ. അല്ലമീ, 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 അല്ലമീ. ജ്ഞാനം നൽകണേ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെയാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഒരു സമാധാനം ഇല്ലേ? ഒരു സമാധാനം നദി പോലെ ഒഴുകുന്നു. ഇതെല്ലാം നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് വന്നത് ആ ഒരു വചനത്തിൽ നിന്നാണ്. ജ്ഞാനം 6:24. എന്താണത്? ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ലോകത്തിന്റെ രക്ഷ. ലോകത്തിൻ്റെ രക്ഷ. അതിനെ നമ്മൾ ഏശയ്യ 11 ആയിട്ടങ്ങ് അസോസിയേറ്റ് ചെയ്തു. അതിൽ 11:9 ആയിട്ട് കൃത്യമായിട്ട് അതിനെ കൂട്ടിയിണക്കി. ഇനി നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് പോകാം. ജ്ഞാനം 7-ാം അധ്യായത്തിന് മുമ്പ് സോളമൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു തരാം എന്താണ് ഈ ജ്ഞാനമെന്നും എങ്ങനെ ഉണ്ടായെന്നെല്ലാം. അതിൻ്റെ വെളിച്ചത്തിലാണ് സോളമൻ പറയുന്നത്. അതൊരുപാട് വിശദമായിട്ട് ഇപ്പോൾ നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. അതിനകത്ത് ചില ഭാഗങ്ങൾ മാത്രം ഞാൻ എടുക്കുന്നു. ഇന്നോ നാളെയോ ഇടവേളയിൽ നിങ്ങൾ ജ്ഞാനം 6, 7, 8, 9 ഇന്ന് തന്നെ എപ്പോഴെങ്കിലും സൗകര്യമുള്ളപ്പോൾ അത് മുഴുവനൊന്ന് വായിക്കാൻ നോക്ക്. 7:7 പറയുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ഇത് ഇങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് സോളമൻ എന്നോട് പറയണ മാതിരിയാണ്. നമ്മൾക്കൊക്കെ ഉള്ള പ്രശ്നം എന്താണ്? നമ്മളെല്ലാം ഭയങ്കര ബിസിയാണ്, പ്രാർത്ഥിക്കാൻ സമയമില്ല. ജനറലി നിങ്ങൾക്കൊക്കെ അറിയാം സമയമുണ്ടെന്ന്. സാധാരണ ആളുകൾ ഒരു 10 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാൻ സമയമില്ല എന്നാണ് പറയണത്. നിങ്ങളെ അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. കാരണം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മണിയടിക്കുമ്പോൾ പ്രാർത്ഥിക്കണമല്ലോ. പിന്നെ അവിടെ പോയി ഇരുന്ന് എന്താ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഇച്ചിരി അലസതയൊക്കെ വരും, ഇച്ചിരി ക്ഷീണമുണ്ടാകും, ഉറങ്ങിപ്പോകും, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പല വിചാരം വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ടൈം നിങ്ങൾക്കുണ്ട്.
മറ്റ് ഒരുപാട് പേർക്ക് സമയം പോലും ഇല്ലാത്ത തരത്തിലുള്ള ജോലി തിരക്കാണ്. അപ്പം എനിക്ക് പറയാണ്, സോളമൻ പറയാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ടായിരുന്നു. ഇസ്രായേലിലെ രാജാവായ സോളമൻ അയാൾ പറയാണ്, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവാഹം കിട്ടും. തോമസ് പോളെ, നീ പ്രാർത്ഥിച്ച നിനക്ക് കിട്ടും. അതല്ലേ പറയുന്നതിൻ്റെ അർത്ഥം? അങ്ങനെ ഒന്ന് ചിന്തിച്ചൊന്നും കൂടി വായിച്ചേ. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. തോമസ് പോളെ, നീ പ്രാർത്ഥിച്ച നിനക്ക് കിട്ടും. നീ പ്രാർത്ഥിച്ചില്ലെങ്കിലോ നീ ഒരു മരമണ്ടനായിട്ട് ഇങ്ങനെ നടക്കലേ ഉണ്ടാവുള്ളൂ. എന്നെ സ്പർശിച്ച ഒരാശയം ഇതാണ്, നീ പ്രാർത്ഥിച്ച നിനക്കും കിട്ടും. അതാണ് അതിന് മുൻപ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പത്തൊന്ന് വായിച്ചോ, ആ അർത്ഥത്തിൽ അത് വായിച്ച രസമാണ്. എല്ലാവരെയും പോലെ ഞാനും മർത്യനാണ്. മണ്ണിൽ നിന്നുള്ള ആദ്യ സൃഷ്ടിയുടെ പിൻഗാമി. മാതൃഗർഭത്തിൽ ഞാൻ ഉരുവായി. ദാമ്പത്യത്തിൻ്റെ ആനന്ദത്തിൽ പുരുഷ ബീജത്തിൽ നിന്ന് ജീവൻ ലഭിച്ചു. 10 മാസം കൊണ്ട് അമ്മയുടെ രക്തത്താൽ പുഷ്ടി പ്രാപിച്ചു. ജനിച്ചപ്പോൾ ഞാനും മറ്റുള്ളവർ ശ്വസിക്കുന്ന വായു തന്നെ ശ്വസിച്ചു. എല്ലാവരും പിറന്ന ഭൂമിയിൽ ഞാനും പിറന്നു വീണു. എൻ്റെ ആദ്യ ശബ്ദം എല്ലാവരുടേതും പോലെ കരച്ചിലായിരുന്നു. പിള്ളക്കച്ചയിൽ ശ്രദ്ധാപൂർവം ഞാൻ പരിചരിക്കപ്പെട്ടു. രാജാക്കന്മാരുടെയും ജീവിതാരംഭം ഇങ്ങനെ തന്നെ. എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എല്ലാവർക്കും ജീവിത കവാടം ഒന്നു തന്നെ, കടന്നു പോകുന്നതും അങ്ങനെ തന്നെ. ഒന്ന് കരമുയർത്തി സ്തുതിച്ചേ. നമ്മളെല്ലാവരും, പോപ്പ് ഫ്രാൻസിസ് ആയാലും, മദർ തെരേസ ആയാലും, എലിയാസ് അച്ഛനായാലും, ദേവപ്രാസ്യമ്മ ആയാലും, മദർ ജോൺ ഓഫ് ദ ക്രോസ് ആയാലും, കൊച്ചുറേസ ആയാലും, അമ്മ തെരേസ ആയാലും, എല്ലാവരും ജനിച്ചപ്പോൾ ഒരുപോലെ തന്നെയാണ് ജനിച്ചത്. അതുകൊണ്ട് നമുക്കൊന്ന് അവകാശത്തോടെ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ, ഞങ്ങളെല്ലാവരും അതേ ജ്ഞാനസ്നാനമാണ് സ്വീകരിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സോളമന് കൊടുത്ത ജ്ഞാനം പോരാ, അതിനേക്കാൾ വലിയ ജ്ഞാനം തന്നെയായ കർത്താവ് ഈശോ മിശിഹായ്ക്കുള്ള ജ്ഞാനം ഞങ്ങൾക്ക് ലഭിക്കണം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നീ പ്രാർത്ഥിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ജ്ഞാനം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെയും, ഞാൻ ഒരുപാട് ആളുകളെ ധ്യാനിപ്പിച്ചിട്ടുണ്ട്, കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും പ്രശ്നത്തിന് കാരണം അവർ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അവരോട് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ പോയി. സിസ്റ്റേഴ്സ് ആയാലും അച്ഛന്മാരായാലും ഒരുപാട് പേർക്ക് ഞാൻ കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. പ്രശ്നം എന്തായാലും ഞാൻ ആദ്യം അവരോട് ചോദിക്കും, എത്ര മിനിറ്റ് പ്രാർത്ഥിക്കും, എന്ത് പ്രാർത്ഥിക്കും, എങ്ങനെ പ്രാർത്ഥിക്കും. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ജ്ഞാനത്തിന് അവർ പ്രാർത്ഥിക്കുന്നേയില്ല എന്നും, പ്രാർത്ഥന തന്നെ ഒരു യാന്ത്രികമായ ഒരു റിച്വലായിട്ട് മാറി. മറിച്ച് അത് നമ്മുടെ ആത്മസ്ഥിതിക്ക്, നമ്മുടെ ആത്മാവിന് ദൈവം തരുന്ന ആ ഒഴുക്ക് നമ്മളിലേക്ക്. ദൈവം നമുക്ക് വേണ്ടി അമ്മിഞ്ഞപ്പാല് പോലെ, അമ്മ കുഞ്ഞിന് വേണ്ടി അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന പോലെ, നമ്മൾ ഓരോരുത്തർക്കും ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോരുത്തർക്കും, നമ്മൾ ഓരോരുത്തർക്കും. എനിക്ക് വേണ്ടി എന്തോ ഒരു സ്പെഷ്യലാണെന്നറിയാമോ ഉണ്ടാക്കിയേക്കണേ. അത് എനിക്കിങ്ങോട്ട് കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് ശാന്തമാകും. നമ്മുടെ ആത്മാവ് ശാന്തമാകും. നമ്മുടെ ആത്മാവിൻ്റെ വിശപ്പും ദാഹവും സാറ്റിസ്ഫൈഡ് ആകും.
നമ്മൾ ആഗ്രഹിക്കുന്നതല്ല കിട്ടേണ്ടത്, ദൈവം നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകത. ഒരിക്കലൊരു കർമ്മലിത്ത സിസ്റ്റർ ഇതേമാതിരി മഠം വിട്ട് പോകാൻ തീരുമാനിച്ചു. അവരും ഒരു പ്രിൻസിപ്പൽമാരിയൊക്കെ ആയിരുന്നു. ഇച്ചിരി പ്രായമായതാ. ഒരു ആളെ കൂടെ വലിയ എന്തോ സ്നേഹമായി എന്നിട്ട് പറഞ്ഞ് എൻ്റെ വിളി ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞു. ആകെ കോളിളക്കമായി. ബിഷപ്പ് വരെ അവരോട് സംസാരിച്ചു. പറഞ്ഞു, ഇല്ല, ഞാൻ തീരുമാനിച്ച തന്നെയാണ്. ജനറാളമ്മ സംസാരിച്ചു, ഇല്ല, ഞാൻ തീരുമാനിച്ച തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു പരിചയത്തിലുള്ള ഒരു സിസ്റ്റർ, എൻ്റെ ഒരു വളരെ സുഹൃത്താണ്, ആ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറേ ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ ഒരു സിസ്റ്റർ ഇങ്ങനെ ഭയങ്കര ഒരു പ്രശ്നത്തിലാണ്. അപ്പോൾ ഞാൻ നാട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനിവിടെ 3 ദിവസം കൂടി ഉണ്ട് നാട്ടിൽ, സിസ്റ്ററിനെ വേണമെങ്കിൽ ഞാൻ കാണാം എന്ന് പറഞ്ഞു. ഓ ബ്രദർ, കണ്ടിട്ടൊന്നും പ്രയോജനമില്ല. ജനറാളമ്മയും പറഞ്ഞു, ബിഷപ്പ് വരെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് ആള് സ്റ്റബേണാണ്, ഇതിനകത്ത് മാറ്റമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്ന് പറഞ്ഞു നോക്കി, ഇങ്ങനെ തോമസ് പോൾ ബ്രദർ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, കാണാൻ ആഗ്രഹിക്കുന്നു, അവിടെ വന്ന് കാണാം അല്ലെങ്കിൽ ഇവിടെ വന്ന് കാണാം. ഞാൻ പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കിയപ്പോൾ അവർ സമ്മതിച്ചു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ എന്നെ കാണാൻ ഇവർ രണ്ടുപേരൂടി വന്നു. ഞാൻ ഈ സബ്ജക്റ്റിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ല. ഈ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ചേ ഇല്ല. ഞാൻ ചോദിച്ചു, ഈ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയുമായിട്ട് ആ ഐക്യം ഉണ്ടാകുന്നുണ്ടോ, ആ ലയനം കിട്ടുന്നുണ്ടോ? ഓ അതൊക്കെ നോവിഷ്യേറ്റ് കാലഘട്ടത്തിലായിരുന്നു, അതിൽ പിന്നെ അതൊന്നും കിട്ടാറില്ല. ഞാൻ പറഞ്ഞ്, കിട്ടാറില്ല എന്ന് പറയരുത്, അതിപ്പോഴും ഉണ്ട്. പിന്നെ അതെങ്ങനെ ഇപ്പോഴുണ്ട്? അതൊക്കെ പണ്ടുണ്ട്, അതിപ്പോഴും ഉണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഞാൻ അവർ ഈ കൗൺസിലിങ്ങിന് മാതിരി ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെ ഈശോ ഉണ്ട്, അവിടെ ഒരു ചിത്രം കാണരുത്, അവിടെ ഇരുട്ട് രാത്രി ആണ്, അങ്ങനെ കാണുക. എന്നിട്ട് ആ ഈശോയെ ഒന്ന് സ്നേഹിക്കുക, ആ ഈശോയെ സ്നേഹിക്കുക, ആ ഈശോ സംസാരിക്കുന്നത് കേൾക്കുക. അപ്പോൾ ആദ്യം ഒന്നും കേൾക്കുന്നില്ല, സാരമില്ല, ഒരു വചനം ഓർക്കൂ. പുതിയ നിയമത്തിൽ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞ ഒരു വചനം ഓർക്കൂ. എന്താ വന്നത്? അപ്പോൾ ഇങ്ങനെ, ഞാൻ മുന്തിരിച്ചെടിയും നീ എൻ്റെ ശാഖയുമാണ്. ഓക്കെ, ഇത് വിശ്വസിക്കുന്നുവോ? ആ വിശ്വസിക്കുന്നു. ഈശോ ആണോ പറഞ്ഞത്? ഈശോ പറഞ്ഞ മാതിരിയാ തോന്നണേ. ഈശോ അല്ലാണ്ട് ഇതാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, വേറൊരു വചനം കൂടി ഓർത്തു. അങ്ങനെ 2-3 വചനം ഈശോ പറഞ്ഞു. ഇതാണ് ഞാൻ ആ റേഡിയോ ഫൈൻ ട്യൂൺ ചെയ്യാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിങ്ങനെയാണ്. ഇത് നിങ്ങൾ ശരിക്കും പഠിച്ചോ. ഇത് നിങ്ങളെ മഠത്തിൽ നിങ്ങളുടെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കണം ഇങ്ങനെ. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. കാരണം ഈശോ നമ്മളോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ട്യൂണിങ് ചെയ്യണ ഒരു വിധമാണ്. ഈശോ പുതിയ നിയമത്തിൽ പറഞ്ഞ വചനങ്ങൾ കുറച്ച് കേൾക്കണം, ബൈ ഹാർട്ടാക്കുമ്പോൾ ഈശോയുടെ മൈൻഡുമായിട്ട് നമ്മൾ ഫ്രീക്വൻസിയുമായിട്ട് സെറ്റായി. ഇത് ഞാൻ പറഞ്ഞു, ഇനിയൊന്ന് ഈശോയുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ടൊന്ന് ഈശോ പറയണമെന്ന് കേട്ടെ. ഇപ്പോൾ വചനം ബൈബിളിൽ എഴുതിയേക്കണ വചനമല്ല, ഇപ്പോൾ സിസ്റ്ററിനോട് ഈശോ എന്തോ സംസാരിക്കും. അങ്ങനെ എന്തോ സംസാരിച്ചപ്പോൾ ആളങ്ങോട്ട് കോരിത്തെരിച്ച് അങ്ങ് ചിരിക്കാൻ തുടങ്ങി. ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ സംസാരിക്കും ഭയങ്കര സന്തോഷം വരെ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ എല്ലാ ദിവസവും കുറച്ച് നേരം ചെയ്യാമോ, ഒരു 10 ദിവസത്തേക്ക്? ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാണ് ആ ഇന്നർ യൂണിയൻ എന്ന് പറഞ്ഞ് ഞാൻ നാട് വിട്ടു പോയി. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് വന്നപ്പോൾ ജനറാളമ്മയും പ്രൊവിൻഷ്യാലമ്മയും ഒക്കെ എന്നെ വിളിച്ചോളൂ, നീ എന്ത് ചെയ്ത ഈ സിസ്റ്ററിനെ? എന്തു പറ്റി? അവർ തീരുമാനം കംപ്ലീറ്റ് മാറ്റി. അവർ പോണില്ല, അവരിവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ നിന്നെ കാണാൻ വരാണ്, വലിയൊരു സമ്മാനപ്പെട്ടിയൊക്കെ ആയിട്ട് വന്നു. എന്തോ ഒരു സന്തോഷമായെന്നറിയാമോ? അപ്പോൾ എന്താണ് ഈ വരൾച്ച ഉണ്ടായത്? നമ്മൾ പാടില്ലേ, ഉണങ്ങി വരണ്ട
ഭൂമി എന്ന പോലെ ഈ ഈശോയുടെ സ്നേഹവും ജ്ഞാനവും നമ്മുടെ കോണ്ടാക്ട്, നമ്മുടെ ആത്മാവിൽ ഒഴുകുന്നില്ലെങ്കിൽ നമ്മളെല്ലാം ഒരു വരണ്ട അവസ്ഥയായിരിക്കും. ഈ വരൾച്ചയാണ് ആധ്യാത്മിക ജീവിതത്തിലെ ആ ഡെസർട്ട് എക്സ്പീരിയൻസ്, ഒരു വരൾച്ച. പക്ഷെ അതിൽ കടന്നു പോകുമ്പോൾ ഈശോ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് നമ്മളെ നോക്കുന്ന മാതിരിയാണ്. നമ്മൾ ആരെങ്കിലും ഇതുപോലെ സഹായത്തിന് അയക്കും, ഇതുപോലെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയുമായിട്ട് അങ്ങ് കോണ്ടാക്റ്റ് ആകുമ്പോൾ ഒരു മാഗ്നറ്റിക് പവർ കണക്ട് ചെയ്ത മാതിരിയാണ്. നമ്മളങ്ങ് ഇലക്ട്രിഫൈഡ് ആവും. നമ്മൾ ആ സ്നേഹം കൊണ്ട് അങ്ങ് ഡ്രെന്ന് പറഞ്ഞങ്ങ് നിറയും. നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഒരു ബബ്ലിങ് എക്സ്പീരിയൻസ് വരും. സ്നേഹവും ജ്ഞാനവും, ലവ്, ജോയ്, പീസ്, വിസ്ഡം, നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ലവ്, ജോയ്, പീസ്, ഇതിങ്ങനെ നിറഞ്ഞിട്ട് ഈശോയുടെ മൈൻഡ്, ഈശോയുടെ ജ്ഞാനം നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഈ പറയണതും ചെയ്യണതൊക്കെ വിഡ്ഢിത്തരമാണെന്നും അജ്ഞതയാണെന്നും. അങ്ങനെ നമ്മളെ തിരിച്ച് തൻ്റെ വിളി ഒരിക്കലും നഷ്ടപ്പെടില്ല, വിളി ഒരിക്കലും നഷ്ടപ്പെടില്ല. നമുക്ക് ഒന്നുകൂടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ജ്ഞാനം ഞങ്ങളിൽ നിറയണമേ, ഈ ജ്ഞാനം ഞങ്ങളിൽ നിറയണമേ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ, ഈ ജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, ജ്ഞാനാത്മി ജ്വാലയായി എന്നിൽ ആത്മാവേ പരിശുദ്ധാത്മാവേ. ശാന്തമാകുക. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. 2 മണിക്ക് തിരിച്ചു വരുന്നു. ഇന്നലത്തെ പോലെ പ്രത്യേകിച്ച് കൊന്ത ചൊല്ലി മാതാവിൻ്റെ മധ്യസ്ഥമെടുത്ത് ആ മാതാവിന് ലഭിച്ച ജ്ഞാനം, സ്വർഗരാജ്യത്തിൻ രഹസ്യമറിയുവാൻ മധ്യസ്ഥമേഖണേ. ഇതെനിക്ക് 25 വർഷം മുമ്പ് എഴുതിയ പാട്ടാണത്. ആദ്യമായി ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് ധ്യാനിപ്പിക്കാൻ വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് പറഞ്ഞു തന്ന വരികളാണ്. അന്നേ മുതൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതാണ്. മാതാവേ, സ്വർഗറാണി, നിനക്ക് സ്വർഗത്തിലെല്ലാ രഹസ്യങ്ങളും അറിയാമല്ലോ, അത് ഈ മകന് പറഞ്ഞു തരണേ. ഇതൊക്കെ നമ്മുടെ ചില ടെക്നിക്കുകളാണ്. അപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥം എടുക്കുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യം, നമ്മൾ ഇവിടുത്തെ കാര്യത്തിന് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കണ്ട. സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യം സ്വർഗറാണിക്കറിയാം, അത് പറഞ്ഞു തരണേ. അതിനുവേണ്ടി എന്നെ സഹായിക്കണേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പ്ലീസ് ഗോ അഹെഡ്.